ഹലോ എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ എന്ന ടോപ്പിക്കാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് രാഷ്ട്രപതിയുടെ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ഇന്ത്യയിലെ ഏതെങ്കിലും സർക്കാരിൻ്റെ കീഴിൽ, അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രതിഫലം പറ്റുന്ന ഉദ്യോഗസ്ഥനായിരിക്കാൻ പാടില്ല. എന്നാൽ ഈ വ്യവസ്ഥയുടെ പരിധിയിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിലെ മന്ത്രിമാർ, സംസ്ഥാന ഗവർണർ എന്നിവർ പെടുന്നില്ല. അടുത്തത് രാഷ്ട്രപതിയുടെ കാലാവധിയാണ്. 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുപ്പ്. മരണം, രാജി, ഇംപീച്ച്മെന്റ് തുടങ്ങിയ കാരണത്താൽ രാഷ്ട്രപതി സ്ഥാനത്തിന് ഒഴിവ് വരുമ്പോൾ പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതുവരെ ഉപരാഷ്ട്രപതി ആ സ്ഥാനം വഹിക്കും. രാഷ്ട്രപതി സ്ഥാനത്തിന് ഒഴിവ് വന്ന് 6 മാസം തികയും മുൻപ് പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഈ വിധത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പുതിയ രാഷ്ട്രപതി 5 വർഷക്കാലത്തേക്ക് തുടരുന്നതായിരിക്കും. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച എല്ലാ തർക്കങ്ങൾക്കും അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നത് സുപ്രീം കോടതിയാണ്. രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ. ഭരണഘടനയുടെ അനുച്ഛേദം 53 അനുസരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ നിർവഹണ അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അദ്ദേഹത്തിന് ആ അധികാരം നേരിട്ടോ കീഴുദ്യോഗസ്ഥന്മാർ മുഖേനയോ വിനിയോഗിക്കാവുന്നതാണ്. ഭരണനിർവഹണ അധികാരങ്ങൾ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഭരണനിർവഹണ നടപടികളും ഔദ്യോഗികമായി രാഷ്ട്രപതിയുടെ പേരിലാണ് നടത്തപ്പെടുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കും ആ പ്രവർത്തനങ്ങൾക്കു വേണ്ടി മന്ത്രിമാർക്കിടയിൽ വകുപ്പ് വിഭജനം നടത്തുന്നതിനുള്ള ചട്ടങ്ങൾ നിർമ്മിക്കാനും അധികാരമുണ്ട്. പ്രധാനമന്ത്രിയെ നിയമിക്കുക, പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം മന്ത്രിസഭയെ നിയമിക്കുക. രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള കാലത്തോളം മന്ത്രിമാർ ആ പദവി വഹിക്കേണ്ടതാണ്. ഇന്ത്യയുടെ അറ്റോർണി ജനറലിനെ നിയമിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രതിഫലം നിശ്ചയിക്കുകയും ചെയ്യുന്നു. രാഷ്ട്രപതി ആഗ്രഹിക്കുന്നിടത്തോളം അറ്റോർണി ജനറലിന് ആ ഉദ്യോഗത്തിൽ തുടരാവുന്നതാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, മറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാനും അംഗങ്ങളും, സംസ്ഥാന ഗവർണർമാർ, ധനകാര്യ കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നു. പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക, ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നു. കേന്ദ്ര സംസ്ഥാന അന്തർ സംസ്ഥാന സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു അന്തർ സംസ്ഥാന കൗൺസിലിനെ നിയമിക്കുന്നതിനുള്ള അധികാരം. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണാധികാരികളെ നിയമിക്കാനുള്ള അധികാരം. പട്ടികജാതി ആദിവാസി മേഖലകളുടെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട് ഏത് പ്രദേശത്തെയും പട്ടികജാതി മേഖലയായി പ്രഖ്യാപിക്കാനുള്ള അധികാരം. യൂണിയൻ ഗവൺമെൻറ്റിലെ ഓരോ നിയമനവും രാഷ്ട്രപതിയുടെ പേരിലോ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചോ ആണ് നടത്തപ്പെടുന്നത്. അടുത്തത് രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണാധികാരങ്ങൾ. നിയമനിർമ്മാണ രംഗത്ത് രാഷ്ട്രപതിക്ക് പ്രധാന അധികാരങ്ങളുണ്ട്. രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടാതെ ഒരു കേന്ദ്ര ബില്ലും നിയമമാവുന്നില്ല. പാർലമെന്റ് വിളിച്ചു ചേർക്കാനും നിർത്തിവെക്കാനും ലോക്സഭ പിരിച്ചുവിടാനും രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാനും പ്രസ്തുത യോഗത്തിൽ പ്രസംഗിക്കാനുമുള്ള അധികാരം. പൊതു തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ സമ്മേളനത്തിലും വർഷം തോറുമുള്ള ആദ്യ സമ്മേളനത്തിലും സർക്കാരിൻ്റെ നിയമങ്ങളെ സംബന്ധിച്ച് പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. പാർലമെന്റ് പാസ്സാക്കുന്ന ധനബിൽ ഒഴികെയുള്ള ഓരോ ബില്ലും രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കേണ്ടതാണ്. ഈ ബില്ലുകൾക്ക് അംഗീകാരം നൽകുകയോ തടഞ്ഞു വയ്ക്കുകയോ അംഗീകാരം നിർത്തിവെക്കുന്നതിനും പുനരാലോചനയ്ക്കുമായി പാർലമെന്റിലേക്ക് തിരിച്ചയക്കുകയോ ചെയ്യുന്നതിന് രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാം. ഈ അംഗങ്ങൾ ശാസ്ത്രം, കല, സാഹിത്യം, സാമൂഹിക സേവനം എന്നീ മേഖലകളിൽ അസാധാരണ നേട്ടങ്ങൾ കൈവരിച്ചവരായിരിക്കണം. പാർലമെന്റ് സമ്മേളനങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ നിയമങ്ങൾക്ക് തുല്യമായ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം. CAG, UPSC, ധനകാര്യ കമ്മീഷൻ തുടങ്ങിയവയുടെ റിപ്പോർട്ടുകൾ പാർലമെന്റ് മുൻപാകെ അവതരിപ്പിക്കുന്നതും രാഷ്ട്രപതിയാണ്. സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും സ്ഥാനങ്ങൾ ഒഴിഞ്ഞുകിടക്കുമ്പോൾ സഭാ നടപടികൾക്ക് നേതൃത്വം നൽകാൻ ലോക്സഭയിലെ ഏതെങ്കിലും അംഗത്തെ നിയമിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്.
രാജ്യസഭയിലെ ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ തുടങ്ങിയ സ്ഥാനങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നുവെങ്കിൽ സഭാ നടപടിക്ക് ആധ്യക്ഷം വഹിക്കാൻ രാജ്യസഭയിലെ ഏതെങ്കിലും അംഗത്തെ നിയമിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. സാമ്പത്തിക അധികാരങ്ങൾ. രാഷ്ട്രപതിയുടെ മുൻകൂർ ശുപാർശയോടെ മാത്രമേ ധനബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. കേന്ദ്ര സർക്കാരിനു വേണ്ടി യൂണിയൻ ബജറ്റ് പാർലമെന്റിന് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചെലവുകൾ പരിഹരിക്കാൻ ഇന്ത്യയുടെ കണ്ടിൻജൻസി ഫണ്ടിൽ നിന്ന് അഡ്വാൻസായി പണം അനുവദിക്കാനുള്ള അധികാരം. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിലുള്ള നികുതി വരുമാനം വിതരണം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ശുപാർശകൾക്കായി ഓരോ 5 വർഷത്തിലും ഒരു ധനകാര്യ കമ്മീഷൻ രൂപവൽക്കരിക്കുന്നു. വിവേചനാധികാരങ്ങൾ. 3 പ്രത്യേക സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് അദ്ദേഹത്തിന്റെ വിവേചനാധികാരം വിനിയോഗിക്കാനുള്ള അധികാരം ഭരണഘടന നൽകുന്നു. 1. മന്ത്രിസഭ നൽകിയ ഉപദേശം തിരിച്ചയക്കാനും പുനഃപരിശോധിക്കാനും മന്ത്രിസഭയോട് ആവശ്യപ്പെടാൻ രാഷ്ട്രപതിക്ക് കഴിയും. 2. ധനബില്ലുകൾ ഒഴികെയുള്ള ബില്ലുകൾ അംഗീകരിക്കുകയോ അംഗീകാരം നൽകാതെ പുനഃപരിശോധനയ്ക്കായി തിരിച്ചയക്കുകയോ ഒപ്പുവെക്കാതെ തടഞ്ഞുവയ്ക്കുകയോ ചെയ്യാം. 3. ലോക്സഭയിൽ ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ഇല്ലാതാകുകയും 2-3 നേതാക്കൾ ഗവൺമെന്റ് ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ള ആളെ പ്രധാനമന്ത്രിയായി നിയമിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. നീതിന്യായ അധികാരങ്ങൾ. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസുമാർ, ജഡ്ജിമാർ എന്നിവരെ നിയമിക്കുന്നു. നിയമപരമോ വസ്തുതാപരമോ ആയ കാര്യങ്ങളിൽ സുപ്രീം കോടതിയുടെ ഉപദേശം തേടാനുള്ള അധികാരം. കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തികൾക്ക് ശിക്ഷാ ഇളവുകൾ നൽകാനും പൊതുമാപ്പ് നൽകാനും ശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കാനുമുള്ള അധികാരം. നയതന്ത്ര അധികാരങ്ങൾ. അന്താരാഷ്ട്ര ഉടമ്പടികൾ, കരാറുകൾ എന്നിവ പാർലമെന്റിന്റെ അംഗീകാരത്തിന് വിധേയമായി ചർച്ച ചെയ്യുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ പേരിലാണ്. അന്താരാഷ്ട്ര ചർച്ചാവേദികളിൽ രാഷ്ട്രപതി ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുകയും അംബാസിഡർമാർ, ഹൈ കമ്മീഷണർമാർ തുടങ്ങിയ നയതന്ത്ര പ്രതിനിധികളെ അയക്കുകയും ചെയ്യുന്നു. സൈനിക അധികാരങ്ങൾ. രാഷ്ട്രപതി ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനാണ്. കര-നാവിക വ്യോമസേനാ മേധാവികളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പാർലമെന്റിന്റെ അംഗീകാരത്തോടെ യുദ്ധം പ്രഖ്യാപിക്കാനും അവസാനിപ്പിക്കാനും രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. അടിയന്തരാധികാരങ്ങൾ. വ്യത്യസ്ത രീതിയിലുള്ള 3 അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് ഭരണഘടന അധികാരം നൽകുന്നു. ദേശീയ അടിയന്തരാവസ്ഥ അനുച്ഛേദം 352, രാഷ്ട്രപതി ഭരണം അനുച്ഛേദം 356, 365, സാമ്പത്തിക അടിയന്തരാവസ്ഥ അനുച്ഛേദം 360. വീറ്റോ അധികാരം. പാർലമെന്റ് പാസാക്കി അയക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് വീറ്റോ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 111 വീറ്റോ പവറിനെ പറ്റി പ്രതിപാദിക്കുന്നത്. അബ്സല്യൂട്ട് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, പോക്കറ്റ് വീറ്റോ എന്നിങ്ങനെ 3 തരം വീറ്റോ അധികാരങ്ങൾ രാഷ്ട്രപതിക്കുണ്ട്. പൊതുമാപ്പ് നൽകാനുള്ള അധികാരം. ഭരണഘടനയുടെ അനുച്ഛേദം 72 ഇന്ത്യൻ രാഷ്ട്രപതിക്ക് താഴെ പറയുന്ന വിധത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകാനുള്ള അധികാരമുണ്ട്. കേന്ദ്ര നിയമത്തിന് എതിരെയുള്ള കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട കേസുകൾ, പട്ടാള കോടതി ശിക്ഷ വിധിച്ച കേസുകൾ, വധശിക്ഷ വിധിക്കപ്പെട്ട കേസുകൾ. ഓർഡിനൻസ് അധികാരം. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് രാഷ്ട്രപതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണ അധികാരം. അനുച്ഛേദം 123 പാർലമെന്റിന്റെ ഇരുസഭകളും സമ്മേളിക്കുന്ന സമയമൊഴികെ അടിയന്തര നടപടി ആവശ്യമായ സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് രാഷ്ട്രപതിക്ക് ബോധ്യപ്പെട്ടാൽ അനുച്ഛേദം 123 പ്രകാരം രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാം. രാഷ്ട്രപതിയുടെ ഓർഡിനൻസിന് പാർലമെന്റ് പാസാക്കുന്ന നിയമത്തിന് എന്ന പോലെ പ്രാബല്യവും ഫലവും ഉണ്ടായിരിക്കും. ഈ ഓർഡിനൻസുകൾ പാർലമെന്റ് വീണ്ടും സമ്മേളിച്ച് 6 ആഴ്ചയ്ക്കുള്ളിൽ പാസാക്കേണ്ടതാണ്. രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും ഓർഡിനൻസുകൾ പിൻവലിക്കാവുന്നതാണ്. രാഷ്ട്രപതിയും അധികാരങ്ങളും എന്ന ടോപ്പിക്കിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായി പഠിക്കുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്